അല്ലേ ഇതുവരെ എഴുന്നേറ്റില്ലയോ? നീ എഴുന്നേറ്റില്ലേ ഇതുവരെ? അങ്ങോട്ട് എഴുന്നേറ്റേ. ആഹാ, എന്തൊരു സുഖമായ നിദ്ര. കേശു, ശിവ, പാറേ, എടാ കേശു. അയ്യോ, മൂരി നിവർക്കുന്നേ ഉള്ളൂ. 5 മിനിറ്റ് കൂടെ. 5 മിനിറ്റ് പോയിട്ട് 1 മിനിറ്റും തരത്തില്ല. ശിവ, അങ്ങോട്ട് എഴുന്നേറ്റേ. ദേ, നല്ലൊരു ചിങ്ങമാസം 1-ാം തീയതി ആയിട്ട് എന്റെ കയ്യിന്ന് മേടിക്കരുത്. എന്റെ വായിരിക്കുന്ന കേക്കും ചെയ്യരുത്. 1 മിനിറ്റും ഇല്ല. நான் ரெடி ஆயிட்டேன். சீதாமா ரெடி ஆயிட்டாங்களா? സീതയൊക്കെ എപ്പോഴേ റെഡിയാ. ദേ ഇത് കണ്ടോ, 3 കൂടെ കിടക്കുന്നത്. ഒരുത്തി അപ്പുറത്ത് കിടപ്പുണ്ട്. അതെ, ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. ഇങ്ങനെ വിട്ടാ ശരിയാവത്തില്ല. ഞാൻ എണ്ണിക്കാൻ പറഞ്ഞപ്പോ എന്താ മോ? അവളെന്തിയ മോനെ? അവള് ഇവിടെ ഉണ്ട്. അവളെ ഒന്ന് വിളിച്ച എന്തിയെ മോനെ? മോൻ അമ്പലത്തിൽ വരുന്നില്ലയോ? അമ്പലത്തിൽ വരുന്നുണ്ട്. വരുന്നുണ്ട്. എന്താ നീ ഇതുവരെ റെഡി ആയില്ലയോ? നീ അന്ന് ഇന്നലെ പറഞ്ഞത് രാവിലെ എല്ലാവർക്കും കൂടെ അമ്പലത്തിൽ പോണോന്ന്. എന്നിട്ട് നീ എന്താ റെഡിയാവാഞ്ഞേ? 10 മിനിറ്റ് ഇപ്പൊ റെഡിയാവാം. 10 മിനിറ്റ് പോയിട്ട് 1 മിനിറ്റ് പോലും ഇല്ല. എളുപ്പം റെഡിയായേ? എളുപ്പം റെഡിയാവും. റെഡി ആവണമെങ്കിൽ അല്ല, റെഡി ആവണമെങ്കിൽ ഞാൻ അകത്ത് പോയിട്ട് വേണ്ട റെഡി ആവാം. അതൊന്നും എനിക്കറിയണ്ട. ഇപ്പൊ റെഡി ആവണം. அம்மா அவளுக்கு 10 நிமிஷம் போதும். அவள் ரெடி ஆவா. 10 നിമിഷം പോയിട്ട് 1 നിമിഷം പോലും ഞാൻ കൊടുക്കത്തില്ല. പെട്ടെന്ന് മര്യാദയ്ക്ക് റെഡി ആവണം. ഇപ്പൊ ഞങ്ങൾക്ക് ശരിയാക്കി തരാം. ഇങ്ങോട്ട് മാറും. നമുക്ക് രാവിലെ തന്നെ എന്താണ് കുഴപ്പം? என்ன லட்சு இது? நேத்துக்கு நீ தானே சொன்ன காலையில 6 மணிக்கு நம்ம கோவில்ல போலாம்னு. இது என்னப்பா நீ தூங்கிட்ட? നമ്മള് രാത്രി അങ്ങനെയൊക്കെ പറയും, രാവിലെ എണീക്കുമ്പോൾ ആ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുള്ളൂ. என்ன செய்வாங்களோ எனக்கு தெரியாது. അത് പെട്ടെന്ന് അമ്പലത്തിൽ പോയ പറയാം. കുളിക്കാൻ കേറിയാ? ഞാൻ ഇപ്പൊ കുളിച്ചിട്ട് വരാം. அம்மா குச்சி எல்லாம் வேண்டாமா, இன்னைக்கு சிங்கம் ஒண்ணு. இன்னைக்கு அடி கிடைச்சுன்னு வச்சுக்கோங்க, இந்த வருஷம் பூரா அடி கிடைக்கும். வேண்டாமா കനകം, നീ വിട്. നീ വടിയെന്ന് പിടിവിട്. அம்மா குச்சி விடுங்கம்மா. என்னம்மா அது? பாவம் அம்மா அவங்க. அம்மா என்னம்மா அது? அவங்க நைட்டு ஃபுல்லா போன் பார்த்துட்டு இருந்திருப்பாங்க. அதனால காலையில எழுந்திருக்க முடியல, തൂങ്ങി പോയിരിപ്പാങ്കമ്മ. ഞാൻ പറഞ്ഞായിരുന്നു രാത്രി ഫോണും നോക്കിയിരിക്കണം. അങ്ങോട്ട് വിട് കനക. 2 എണ്ണം കൊടുക്കുമ്പോ മനസ്സിലാവും അതിന്റെയൊക്കെ വിഷമം എന്തോന്ന്. ഞാനേ രാവിലെ അമ്പലത്തിൽ പാൻ ഒരുങ്ങിയിട്ട് 2 എണ്ണം. അയ്യോ കേസു ശിവ പാറു എഴുந்திരിച്ച് പോകപ്പാ. കമ്പ് കൊണ്ട് വന്നേക്കണ ഓടാ. കുച്ചി കുച്ചി വർഷം പൂരം പഠിക്കുമ്പോ വേണ്ടമ്മ കൊടുക്കമ്മ. ഓഹോ, എല്ലാരും കൂടെ അവിടെ വന്ന് കാഴ്ച കണ്ടോണ്ട് നിൽക്കുക. ശരിയാക്കി തരാം കേട്ടോ. അമ്മ പാവോ അമ്മ. അയ്യോ പാവോ, എന്നാ പിന്നെ പിടിച്ച് മടിയിലോട്ട് കടത്തിക്കോ. ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതിറങ്ങുന്നതിന് മുമ്പ് എല്ലാ എണ്ണം അവിടെ വന്നോണം. ഇല്ലെങ്കിൽ ഞാൻ ആരാ നീയൊക്കെ അറിയും. പറഞ്ഞ കേട്ടല്ലോ. കനകം, നീ സീതയെ വിളിച്ചോണ്ട് അങ്ങോട്ട് വാ കേട്ടോ. ഞാൻ അങ്ങോട്ട് പോവാ. പോയി കുളിച്ച് റെഡിയാവപ്പാ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. അമ്മ സൂക്ഷിച്ചു കൊണ്ടൊക്കെ പോണേ. എന്നെ വീഴല്ലേ ഡയലോഗ് അടിച്ചിട്ട്. സൂക്ഷിച്ചോളാം. അളിയാ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്ന് വെച്ചാല്, നമ്മുടെ അയ്യപ്പൻ കോവില് ഗണപതി ഹോമം കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂപ്പർ പ്രസാദം കിട്ടും. പിന്നെ എള്ള് പായസവും കിട്ടും. അത് കഴിഞ്ഞിട്ട് ബാലഭദ്രകാളി ക്ഷേത്രം കുറച്ചപ്പുറത്ത്, അവിടെ ആണെങ്കിൽ
കടും പായസം. അളിയാ അതിങ്ങോട്ട് എടുത്തിട്ട് കഴിച്ചു കഴിഞ്ഞാണ്ടല്ലേ പെരുത്തം കൂടെ കയറി ക്ലച്ചനെ. ആ പിന്നെ സീതാ പോയി. ഓ എന്താടാ? നമ്മുടെ കൃഷ്ണൻ അമ്പലം ഉണ്ടല്ലോ ഇവിടെ, കൃഷ്ണൻ കോവിലില് നല്ല സൂപ്പർ ആയിട്ടുള്ള പാൽ പായസം കിട്ടും. ഓ ഓ ഇങ്ങ് ബാ, പറന്ന് ബാ. പാൽ പായസം എന്നൊക്കെ പറഞ്ഞാ എനിക്ക് കിട്ടിയ ഞാൻ ഒരു 5-6 ഗ്ലാസ് എടുത്ത് കുടിക്കും. നല്ലത്. ഒരു ഗ്ലാസ് എടുത്ത് കുടിക്കും, അതും തന്ന. വീടിന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന പ്രസാദത്തിന്റെ അളവ് വരെ ഈ ക്ലാപ്പിന് കൃത്യമായിട്ടാണ്. അമ്പലത്തിൽ പോകുന്ന തന്നെ പ്രസാദം കഴിക്കാൻ വേണ്ടിട്ടാണോ? ശിവ, നീ എന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യല്ലേട്ടോ. പോവാണെങ്കിൽ പാഴൂർ അമ്പലത്തിൽ പോണം. അവിടെ ചെന്ന് കേറുമ്പോ തന്നെ എന്തൊരു ഐശ്വര്യാന്നറിയാവോ? നമ്മളെല്ലാരും കൂടി ഒരുമിച്ച് പാടൂർ അമ്പലത്തിൽ പോയിട്ട് കുറെ നാളായല്ലേ? കൊറേ നാളായി. അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ വെളുപ്പിനെ അങ്ങ് പോവാം. 4 മണിക്ക് നിർമ്മാല്യം തൊഴുന്നിട്ട് പോരാ. പൊന്നെ അറിയാതെ പറഞ്ഞതാ, ഞാൻ പിന്നെ എപ്പോഴെങ്കിലും പൊക്കോളാം. അതെ, നമ്മുടെ അവിടെ ഒരു ഭദ്രകാളിയുടെ അമ്പലമുണ്ട്. വലിയ അമ്പലമാണ്. സിദ്ധു ഒക്കെ ചെറുതിലെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങത്തില്ല, എന്നും പൊക്കോണ്ടിരുന്ന. ഇപ്പൊ വലുതായപ്പോഴത്തേക്കിനും അമ്പലത്തിലും പോകണ്ട, ഒരു പ്രാർത്ഥനയില്ല. അച്ഛമ്മയുടെ കൂടെ കൂടി മടി പിടിച്ച്. ഏയ് ആ അമ്മൂമ്മേ, ചിങ്ങം ഒന്നായി. ഇപ്പൊ ഓണം അങ്ങ് എത്തത്തില്ലേ? ഇപ്പൊ എന്തോന്ന് ഓണം, ഓണം വരുന്നതും പോകുന്നതും അറിയത്തില്ല. കഴിഞ്ഞ ഓണം വന്നത് കഴിഞ്ഞ ആഴ്ചയാന്ന് തോന്നിപ്പോകും. ഓണത്തിന്റെ അവധിക്ക് നമുക്ക് എവിടെങ്കിലൊക്കെ പോകണ്ടേ? കുഴിപ്പണം പടാവല്ലോ, അല്ലാതെ അവിടെ പോവാനാ? അത് കൊച്ചു പറഞ്ഞത് കറക്റ്റ്. അല്ലെങ്കിലും ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട് വിട്ട് പോവല്ല വേണ്ടത്. നാട്ടിൽ നിന്ന് ഈ ഭംഗിയൊക്കെ കണ്ടും കേട്ടും ആസ്വദിച്ചും അങ്ങനെ അങ്ങിരിക്കണം. ഓ ഇത് രസമാ. അതാണ്. அப்படின்னா நான் ஒண்ணு சொல்லட்டா? நம்மளுக்கு திருவோணம் முடிச்சதுக்கு அப்புறம் எல்லாருமா சேர்ந்து மதுரைக்கு போலாமா? என்ன எல்லாரும் பேசாம முடிச்சிட்டு பாக்குறீங்க? എപ്പോഴും പോവാതൊക്കെ പ്ലാൻ ചെയ്യും, അവസാനം ആന്റി ഒറ്റയ്ക്ക് അങ്ങ് പോകും. ഞാനതൊന്നും അല്ല ആലോചിക്കുന്നു. ഈ ഓണത്തിന് മഴ കനക്കൂന്നാണ്. എടാ, ചിങ്ങം പറഞ്ഞാൽ നമുക്ക് കാലാവസ്ഥയെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല. ചില സമയത്ത് ഇതുപോലെ നട്ട വെയിലായിരിക്കും, ചില സമയത്ത് ഇങ്ങനെ ചറപറാന്ന് മഴ ഇങ്ങനെ പെയ്യും. അല്ലേ അമ്മ ഞാൻ പറഞ്ഞത്? അതെ. വെയിൽ കൊള്ളാതെ വാ എന്നാ. നടക്ക. അല്ലയോ ഇവിടെ ഇവിടെ ഉണ്ട്. എവിടാ? അങ്ങ് അറ്റം പോയാ? നടക്കണേ. അളിയാ പിന്നെ എന്റെ ഫ്രണ്ട്സ് എല്ലാരും എന്നെ കറങ്ങാൻ പോകാൻ വിളിക്കുന്നുണ്ട് കേട്ടോ, ഓണമായിട്ട്. പൊന്നു മോനെ കേശുവേ, ഓണത്തിന് നീ വീട്ടിലില്ലെങ്കിൽ 2 കാലം ഞാൻ വിട്ടു പറഞ്ഞേക്കാം. ഞാൻ എന്താടാ ഇത്, ഈ വീട്ടില് ചെണ്ടേ വരുന്നേ പോകുന്ന എല്ലാം എന്നെ തല്ലാനായിട്ട്. നീയാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ എന്നെ തല്ലണത് കേട്ടാടി. പശുവിന്റെ സൗണ്ട് കേട്ടപ്പോഴാണ് നല്ല വിശക്കണം. അല്ല, പശുവിന് വിശക്കുമ്പോഴാണല്ലോ പശു വരണേ. എന്താടാ ഇങ്ങനെ നോക്കണേ? ഒരു മനുഷ്യനെ വിശക്കൂല്ലേ ഇത് ചേട്ടാ? ഈ വീട്ടിൽ നിന്ന് എനിക്ക് മാത്രമേ വിശക്കുള്ളൂ. എവളാണ് തന്നെ പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കണേ. ഞാൻ പോണിങ്ങ അല്ല പിന്നെ ഇപ്പൊ നമ്മള് വിശക്കണം എന്ന് പറഞ്ഞാലാണല്ലോ ഈ വീട്ടുകാർക്ക് പ്രശ്നം. നോക്കിയോ, ഞാൻ വീട്ടിൽ പോയി സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടായി കഴിച്ചോളാം. കേശവൻ പറഞ്ഞ ശരിയാ, എനിക്കും വിശക്കുന്നുണ്ട്. തനിക്ക് പിന്നെ എപ്പോഴാ വിശപ്പില്ലാത്ത? அரு, நான் கிச்சன்ல எல்லாமே கட் பண்ணி வச்சிருக்கேன். போன உடனே இட்லி சாம்பாரும் ரெடி பண்ணி கொடுக்குறேன். ചിങ്ങൊന്നാണ്ടപ്പോ ഇതുവരെ ആയിട്ട് ഒന്നും ഉണ്ടാക്കിയില്ലേ വീട്ടില്? ആന്റി അല്ല പറഞ്ഞേ, ആന്റി രാവിലെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു വെച്ചെന്ന്. அது நான் கேசுவையும் பார்வையும் சமாதானப்படுத்துறதுக்கு சொன்னேன். രാവിലെ തന്നെ കേശവനെയും പാറുവിനെയും തേച്ചല്ലേ? லைட்டா. എന്തുവാ മോളില്? ഹലോ, എന്താ ആലോചിച്ചോണ്ടിരിക്കുക? ഞാനിങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുമായിരുന്നു മക്കളെ. എനിക്ക് ആറന്മുള വള്ളസദ്യക്കൊന്നും പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പണ്ട് ഞാനും അപ്പൂപ്പനും കൂടെ പല പ്രാവശ്യം പോയിട്ടുണ്ടെന്നേ. അന്ന് അവിടെ പരിചയക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷെ ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ അല്ലേ. സാരില്ല, നമുക്ക് അടുത്ത തവണ പിടിക്കാം. ആഘോഷങ്ങളൊക്കെ മൺമറഞ്ഞെങ്കിലുവേ ഇപ്പോഴും ആഘോഷങ്ങളൊക്കെ വരാൻ വേണ്ടി മനുഷ്യന്മാർ കാത്തിരിക്കുവാന്നേ. ഇവിടെ പണി തുടങ്ങിയുള്ളോ? അപ്പൊ ഇതുവരെയായിട്ട് ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ലേ? എന്നെ അരിഞ്ഞു വെച്ച് വന്നിട്ട് ഫുഡ് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. அது நான் உன்னை சமாதானப்படுத்துறதுக்கு சும்மா சொன்னேன். എന്നാലേ ഞാൻ പുറത്ത് ഫുഡ് കഴിച്ചിട്ട് വരാം. എന്തായാലും ഞങ്ങള് പിള്ളേരെ കൂടെ പോയി അടുത്തുള്ള പൂവൊക്കെ പറിച്ച് ഒരു ചെറിയ പൂക്കൾ ഇട്ടിട്ടുണ്ട്.
ഇന്നലെ ആയിരുന്നു അത്തം. ഇത്തവണേ കർക്കിടകത്തിൽ അത്തം തുടങ്ങിയത്. ഇന്ന് ചിങ്ങ വന്ന്. കാലം പോയൊരു പോക്കേ. പിന്നെ പോവണ്ടേ? പണ്ടൊക്കെ ആഡംബരത്തോടെ ഓണം ആഘോഷിച്ച വീടാ അത്. അതുകൊണ്ട് വീടങ്ങനെ ഉറങ്ങിക്കിടക്കാനൊന്നും പാടില്ല. പണ്ട് ഓണം വരുമ്പോഴേ എല്ലാ ബന്ധുക്കളും പടവലത്തെ ആ വീട്ടിലാണ് ഒത്തുകൂടുന്നത്. പിന്നെ അകന്ന ചില ബന്ധുക്കൾ മാത്രം തിരുവോണത്തിൻ്റെ അന്ന് ഊണും കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേ വരത്തുള്ളൂ. പിന്നെ അവട്ടവും ചതയവും പൂരുരുട്ടാതെയും കഴിഞ്ഞ ചില ആൾക്കാരൊക്കെ പോകത്തുള്ളൂ. ആ കാലം എന്ന് പറയണത് അങ്ങനെയാണ് അമ്മൂമ്മ. ചിലപ്പം കുത്തി ഒലിച്ച് ഇങ്ങനെ അങ്ങ് പോകും, ചിലപ്പോ ശാന്തമായ പുഴ ഒഴുകുന്ന പോലെ ഒഴുകും, ചിലപ്പോഴോ വറ്റി വരണ്ട് ഇങ്ങനെ കിടക്കും. അത് തന്നെ മോനെ. കാലം പോയതൊന്നുമേ ഞാൻ അറിഞ്ഞില്ല, എനിക്കിട്ട് അറിയത്തുമില്ല. ഞാൻ ഈ നാട്ടുകാരിയല്ല. പാവം കേശു എന്തോ വലിയ തത്വചിന്ത പറഞ്ഞു വന്നാ പൊട്ടലും പൊളിഞ്ഞു പോയല്ലോടാ. ഇതിനെ ഞാൻ പറഞ്ഞത്, കാലം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോവും, കാലം മാറുന്നതിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പണ്ടൊക്കെ ഞാൻ പറഞ്ഞത് കേൾക്കുമായിരുന്നു, ഇപ്പം വരവരെ കേൾക്കണില്ല. കൂടുതൽ ഉരുണ്ട് വരണ്ട, തോളത്തൊക്കെ മണ്ണ് കിടക്കുന്നത് പൂത്ത് കളാ. അത് പണ്ടത്തെ സാധനമാണ് കേട്ടാ. പിന്നെ പോയി ഓണത്തിന്റെ കാര്യം പറ. ഓണத்துக்கு സദ്യക്ക് വേണ്ട സാധനം എല്ലാം വാങ്ങ വേണ്ടാമാ. അതിന് നീ സമയമില്ലേണ്ടി, ആദ്യം ഓണൊന്നും ആവട്ടെ. അതെ, ഓണത്തിന് സദ്യ ഉണ്ടാക്കേണ്ട സാധനങ്ങളൊക്കെ മേടിക്കേണ്ടത് ഉത്രാടത്തിനാണ്. അതാവുമ്പോ ഉത്രാടപ്പാച്ചിൽ ഇല്ലാതെ എന്തോണം. நான் இந்த வாட்டி ഓണத்துக்கு മധുരയ്ക്ക് പോട്ടാ. അത് നടക്കൂലാട്ടോ. ആന്റി ഇവിടെ തന്നെ വേണം. ഓണം എന്തായാലും ഒരുമിച്ച് ആഘോഷിച്ചാൽ മതി അല്ലേ? അല്ല അപ്പൊ എങ്ങനെ ഓണക്കോടി എടുക്കണ്ടേ? ചേച്ചി ചേച്ചി എടുക്കണ്ട, അമ്മൂമ്മ എടുത്താൽ മതി. അമ്മൂമ്മ ഓണക്കോടി. എല്ലാവർക്കും ഓണക്കോടി മേടിച്ചോ. അയ്യോ അമ്മൂമ്മ ആർക്കൊക്കെ എടുത്ത് കൊടുക്കണം? എനിക്കെടുത്ത് തരണം, ആന്റിക്ക് എടുത്ത് കൊടുക്കണം, ശിവ, പാറു, കേശു, പിന്നെ കുഴിപ്പഴത്തെ അച്ഛൻ, കുഴിപ്പഴത്തെ അമ്മ, സിദ്ധു, കല്ലു. എങ്ങനെയൊക്കെ പോയാലും ബില്ലൊരു 10-25,000 രൂപയാവും അല്ലട കേശു? 25,000 രൂപ ഒതുങ്ങൂ ചേച്ചി? 25,000 നമുക്ക് ഒതുക്കാം. നോക്കി വെക്കാം. 25,000 രൂപയുടെ ഡ്രസ്സോ? പിന്നെ കാശ് കൊടുത്താലല്ലേ ഡ്രസ് എടുക്കുള്ളൂ. ശരിക്കും പറഞ്ഞ ഒരു 19 രൂപ ആവും. നമ്മൾ ഈ പറഞ്ഞ അങ്ങനെ ആയതുകൊണ്ടാണ് 25,000 ഒതുക്കണത്. അതെ, പിന്നെ ലോട്ട്സ് ഓഫ് മെമ്പേഴ്സ്. നിങ്ങൾ വന്നേ. അമ്മൂമ്മ എന്തോ ആലോചിച്ചോണ്ട് നിൽക്കുക. അമ്മൂമ്മ തന്നെ എടുക്കണം. കാശിന്റെ പ്രശ്നമാണോ? സിമ്പിൾ. പടവലത്ത് ചുമ്മാ അടക്കില്ല റബ്ബർ ഷീറ്റ് എടുത്ത് പറക്കി വിൽക്കങ്ങോട്ട്. ഒരാളുടെ കാര്യം കൂടെ പറയാൻ പറഞ്ഞു. ഉമേഷ് ചേട്ടൻ, ഭാര്യ, കൊച്ച്, അവർക്കും കൂടെ ഓണക്കോടി എടുത്ത് കൊടുക്കണേ. പിന്നെ ഇടയ്ക്ക് മറ്റേ കിളക്കാൻ വരുന്ന ചേട്ടൻ ഉണ്ടല്ലോ, സുധാകരൻ ചേട്ടൻ. അല്ല അപ്പൊ തെങ്ങേറാൻ വരുന്ന ചേട്ടന്? തെങ്ങേറാൻ വരുന്ന ചേട്ടൻ. അങ്ങനെയാണെങ്കിൽ ഈടക്ക് പണിക്ക് 7 പേരാണ് വിളിച്ചത്. അത്രയും പേർക്ക് കൊടുക്കണം, പിന്നെ അപ്പൂപ്പിന്റെ കൂട്ടുകാർക്ക് കൊടുക്കണം. ശരിയാണല്ലോ. പക്ഷെ ഒരാളുടെ കാര്യം കൊണ്ട് വിട്ടുപോയി. ഈ കൂട്ടിൽ അമ്മൂമ്മയ്ക്കും കൂടെ എടുക്കണേ. ശരി, അമ്മൂമ്മയ്ക്ക് എടുക്കണം. അല്ല അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആ തെക്കേ വശത്ത് നിൽക്കണ ആ തേക്കം കൊട്ടിയല്ലേ, എന്നാ പിന്നെ അപ്പുറത്ത് ആഞ്ഞിലി വെട്ടാം. തേക്ക് വെട്ടണം അമ്മ. മാമാ ഓണം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വരണ്ടായിരുന്നു. അത്തച്ചമ്മയെ കാണാൻ പോയാലോ? അത്തച്ചമ്മ ഇന്നലെ ആയിരുന്നു, അത് കഴിഞ്ഞ്. അയ്യോ, എന്നിട്ട് എന്താ നമ്മള് പോവാഞ്ഞേ? നമ്മള് അടുത്ത പ്രാവശ്യം പോവാം. അടുത്ത പ്രാവശ്യം ഉണ്ടാവോ? പിന്നെ ഉണ്ടാവുമല്ലോ, കൊണ്ടുപോ. ഉറപ്പായിട്ടും പോയിരിക്കും. ഓക്കെ. സിദ്ധുവേ, നമ്മുടെ പ്രമീളാപ്പച്ചി ഇല്ലേ? എടാ നിന്റെ പ്രമീളാപ്പച്ചി, അപ്പച്ചിയുടെ മോളുടെ കല്യാണം ഉറപ്പിച്ച്. കല്യാണമായാ? ആടാ, ഈ 23-നാ. 23 പറയുമ്പോ ഓണത്തിന് മുന്നെയാ? ഓണത്തിന് മുന്നേ അല്ലടാ, ചിങ്ങ 23-ന്. ചിങ്ങത്തിന്? അപ്പൊ കല്യാണം വിളിക്കാൻ കൂടെ വരുമായിരിക്കുമല്ലോ. പിന്നെ വിളിക്കുകയും വരികയും ചെയ്യും, നമുക്ക് പോവുകയും ചെയ്യണം. പിന്നെ ഉറപ്പായിട്ടും. ചിങ്ങം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ചറപറാന്ന് പറഞ്ഞ കല്യാണ. ഇപ്പൊ തന്നെ 3 കല്യാണം വിളിയുണ്ട്. എനിക്കൊരു ഡൗട്ട് ഉണ്ടമ്മ, ഈ ചിങ്ങത്തിന് തന്നെ എല്ലാരും കൊണ്ട് കല്യാണം വെക്കുന്നത് എന്താ? ബാക്കിയുള്ള മാസങ്ങളെല്ലാം താരതമ്യേന വളരെ കുറവാണ്. ചിങ്ങത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇനി എന്റെ അളിയന്റെ വക കഥാപ്രസംഗം തുടങ്ങുന്നതാണ് അല്ലേ? അപ്പൊ എനിക്കോ ഞാൻ പറയണില്ല. അങ്ങനെ പറയല്ലേ. ചിങ്ങം 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 വന്നാ ചിങ്ങമാസം വന്ന് ചേർന്നാൽ നിന്നെ ഞാൻ സ്വന്തമാക്കും. അടുത്ത കാര്യം എന്ത്? എന്തോ വെണ്ണിലാവൻ എന്തോ ബാക്കി എന്തോ ഇല്ലേ? പെണങ്ങല്ല നീ. എടാ, നീ പറയാൻ പോകുന്ന വിഷയത്തിനെ പറ്റി ഇവിടെ ഒറ്റ മനുഷ്യർക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് നീ പറഞ്ഞോ. റാങ്ക് ഒക്കെ കിട്ടിയതല്ല. കാച്ചങ്ങോട്ട് ആണെങ്കിലും കേക്കാം.
പറയട്ടാ ഈ ചിങ്ങമാസം എന്ന് പറയുമ്പോ ചിങ്ങലഗ്നവും സൂര്യന്റെ സഞ്ചാരവും വിവാഹ ജീവിതത്തിന് ദീർഘകാല ഐശ്വര്യവും സന്തോഷവും നൽകും എന്നാണ് വിശ്വാസം. അപ്പം പറഞ്ഞു കേട്ടോ. നീ അതൊക്കെ ഉള്ളല്ലേ, നിനക്കിതൊക്കെ അറിയാലേ. എല്ലാം അറിയാം, പക്ഷെ വിവരം മാത്രം കൊടുത്തില്ല ദൈവം. ഇയാള് കുറെ നേരം ഏട്ടാ. അത് മാത്രമല്ല, പിന്നെ വേറൊരു കാര്യമുണ്ട്. ഈ ചിങ്ങമാസത്തിൽ കല്യാണം വെക്കുവാണെങ്കിലേ അവധി സമയമാണല്ലോ, എല്ലാവർക്കും വന്ന് കല്യാണമൊക്കെ കൂടി കസിൻസിനൊക്കെ വന്ന് അടിച്ചു പൊളിച്ച് പോകാനും പറ്റും. ചിലപ്പോ അങ്ങനെയാവാം. അങ്ങനെയും അനുമാനിക്കാം എന്നായിരിക്കൂലേ കൂട്ടി ഉദ്ദേശിച്ചത്. ഒന്ന് നമ്മുടെ ഒപ്പം കയറ്റി പിടിക്കാൻ നോക്കിയത് എത്തിയില്ല. എന്താ അല്ലേ, ചിങ്ങം വന്നാ ചെലവാ. ആ ഓണക്കാലമല്ലേ, ഇനി എല്ലാവർക്കും ഓണക്കോടിയൊക്കെ എടുക്കണം. ആ ഓണക്കോടി എടുക്കണ കാര്യം പറഞ്ഞപ്പോഴാ അമ്മൂമ്മ എല്ലാവർക്കും ഓണക്കോടി എടുക്കണമെന്ന് പറയാനുണ്ടായിരുന്നു. ആ അത് ശരിയാ, അമ്മയ്ക്കും കനകത്തിനും ഓണക്കോടി എടുക്കണം. അവർക്ക് രണ്ടുപേർക്ക് മാത്രം എടുത്താൽ മതി, നമുക്ക് എടുത്തില്ലേ നമുക്ക് വലിയ സങ്കടമൊന്നുമില്ല. അതെന്താ, എല്ലാവർക്കും ഓണക്കോടി എടുത്തു തരുന്നുണ്ട്. അയ്യ, ഞാൻ ഇപ്പഴാ ഓർത്തൊരു കാര്യം. വരാവേ. അപ്പൊ ഓണത്തിന് കുഴിപ്പളത്തമ്മയുടെ കയ്യിൽ നിന്നും ഓണക്കോടി, അമ്മൂമ്മയുടെ കയ്യിൽ നിന്നും ഓണക്കോടി. ചേച്ചി, ഈ ഡ്രസ് എന്നൊക്കെ പറഞ്ഞ ദൈവം തരുന്ന വരദാനമാണ്. ഓണമൊക്കെ ആയിട്ട് അളിയൻ എന്തിനാ സൈലന്റ് ആയിട്ടിരിക്കുന്നത്? ഒന്ന് ഓണാവണ്ടേ ഓണത്തിന്? അളിയ സത്യം പറയല്ല, അളിയന് ഈ ഓണത്തിനാണ് ഞങ്ങക്ക് വൃത്തിക്ക് നേരെ കൈ കിട്ടണത്. അളിയന്റെ കയ്യിൽ നിന്ന് ഒരു മിഠായിത്തുണ്ടെങ്കിലും മേടിച്ച് കഴിച്ചിട്ട് വേണം എനിക്ക് ഓണം ആഘോഷിക്കും. അതുമല്ല, ഗ്യാസ് മിഠായി മേടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ പറയല്ലേ. യേശുവിനും ശിവാനിക്കും പാറോനും കല്ലൂസിനും ലച്ചൂസിനും എല്ലാവർക്കും ഞാൻ ഓണക്കോടി എടുത്തു തരുന്നതായിരിക്കും. അധികമൊന്നും വേണ്ടളിയാ, ഒരു 3 ജീൻസ് ഒരു 3 ഷർട്ട് മതി. അത്രയും വേണോ? ഇരിക്കട്ടെ, ഓണമല്ലേ, ഹാപ്പി ആണോളിയാ. നേരത്തെ ഇരിക്കട്ടെ. 3 ഷർട്ട് 3 ജീൻസ് എന്നൊക്കെ പറയും. അവസാനം ബില്ല് വരുമ്പോണ്ടല്ലോ ഒരു 10-15,000 ബില്ല് വരും. അതൊന്നും വേണ്ട, വേണ്ടായിരുന്നു. ഇല്ലാത്തത് കറുത്ത കളറ്. അല്ല കുഴപ്പമില്ല. ശരി, ഇനിയിപ്പോ എന്തായാലും അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ശരി നമുക്ക് ഒരുമിച്ച് പോവാം. അതാകുമ്പോ സൈസ് ഒക്കെ എടുക്കാമല്ലോ. ശരി. കുഴിപ്പള്ളത്തച്ഛൻ എന്ത് പറഞ്ഞേ? കുഴിപ്പള്ളത്തച്ഛന്റെ ഒരു കാര്യം എന്റെ പൊന്നില്ലേ ചേച്ചി, കുഴിപ്പള്ളത്തച്ഛനെ പറയായിരുന്നേ, ഡ്രസ്സ് മേടിച്ചു തരാം, നിനക്ക് ഓണക്കോടി ഇതുവരെയായിട്ട് മേടിച്ച് തന്നില്ലല്ലോ. ഞാൻ പറഞ്ഞേ, കുഴപ്പമുള്ളത്തച്ഛൻ മേടിച്ചു തരണ്ട, ഇവിടെ ബാക്കിയുള്ള എല്ലാവരും ഞങ്ങൾക്ക് ഓണക്കോടി മേടിച്ച് തരുന്നുണ്ട് എന്ന് പറഞ്ഞേ. അപ്പൊ കുഴിപ്പള്ളത്തച്ഛന് ഭയങ്കര സങ്കടം. എന്തൊക്കെ സംഭവിച്ചാലും എന്റെ കേശുമോന് മിനിമം ഒരു 5 ജോഡിയെങ്കിലും മേടിച്ചു തരുമെന്ന് പറഞ്ഞു. കേശുമോന് മാത്രമല്ലോ? എല്ലാവർക്കും ഉണ്ടേ. കേശുവേ, ഓണപ്പങ്കങ്ങ് വാരി കൂട്ടുവാണല്ലോ. അല്ലേ, നമുക്ക് ദൈവം തരുന്നു, നമ്മൾ മേടിക്കുന്നു അല്ലേ? കണ്ടാ, ഇനി വേറൊരാളും കൂടെ ഉണ്ട്. എന്റെ ലച്ചു ചേച്ചി എനിക്ക് മേടിച്ചു തന്നില്ലേ, പിന്നെ വേറെ ആരും മേടിച്ചു തരാനാ എന്റെ പൊന്ന ചേച്ചി. സത്യം പറയാല, എന്റെ ചേച്ചിയുടെ കൈകൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടിയ അതൊരു പുണ്യം. അതൊന്നും ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ കേശുവേ. നമ്മുടെ ചേച്ചി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ലേ. അത്രയും വലുതല്ലേ ചേച്ചിയുടെ മനസ്സ്, അല്ലേ ചേച്ചി? അതുപോലെ തന്നെ ചേച്ചി എനിക്ക് ഡ്രസ് അടിച്ചത് ഒരു സ്നേഹത്തോടെ പറഞ്ഞു, ഒരുത്തി മാത്രം സ്നേഹത്തോടൊക്കെ പറഞ്ഞോടെ മേടിച്ചു തരൂലേ? അമ്മ എനിക്ക് ഡ്രസ് അടിച്ചത്. മേടിച്ചു തരാം. അങ്ങനെ കേശുവിന് ഓണം വന്നപ്പോ അല്ലേ? അത് പിന്നെ അത്രല്ലേ ഉള്ളൂ. ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് കനാൻഡി ഓണസദ്യക്ക് വേണ്ട മറ്റേ ചിപ്സ്, ചക്രവരട്ടി എല്ലാം ഉണ്ടായിക്കോണം. പോലെ ഞാൻ മേടിച്ചോണ്ട് വരാം. വേണ്ട, പടവലത്തുനിന്ന് കേട്ടാലോ? അത്രേ ഉള്ളൂ. ഗ്രാൻഡ് ആക്കണം, എല്ലാരും ഉള്ളതാണ്. എവിടെ പോയി? ഇല്ല, ഞാൻ ഒന്ന് പുറത്തു പോയടാ. എന്തിന്? ഒരു കാര്യം ഉണ്ടായിരുന്നു. സിദ്ധുവേ, ഇവിടത്തെ ചർച്ച എന്ന് പറയുന്നത് ഓണവും ഓണക്കോടിയും. യേശു ഫുൾ എക്സൈറ്റ്മെന്റിലാ. ലച്ചേച്ചി ഓണക്കോടി എടുത്തു തരാന്ന് പറഞ്ഞു, അളിയന്റെ അച്ഛൻ ഓണക്കോടി എടുത്തു തരാന്ന് പറഞ്ഞു, അളിയന്റെ അമ്മ ഓണക്കോടി എടുത്തു തരാന്ന് പറഞ്ഞു. ഫുള്ള് നമ്മള് സെറ്റിൽ. അളിയ എടുത്തു തരാന്ന് പറഞ്ഞു, അമ്മൂമ്മ എടുത്തു തരാന്ന് പറഞ്ഞു.
ഇനി കല്ലുമോക്ക് കേശുമാമൻ ഓണത്തിന് എന്താ മേടിച്ചു തരും എന്ന് ചോദിച്ചു നോക്കിക്കേ. കല്ലുമോള് മാത്രമല്ല പാറുക്കുട്ടിയും ചോദിക്കണം ചേട്ടൻ എന്താണ് നമുക്ക് ഓണത്തിന് വാങ്ങിത്തരാൻ പോണേന്ന്. ചേട്ടാ എന്താ മേടിച്ചിരുന്ന ഓണത്തിന്? ഉമ്മലേ ഞാൻ പോയിട്ട് പിന്നെ വരാം. ഓണത്തിന് പിള്ളേർക്കല്ലേ? പിള്ളേർക്ക് എന്ത് കൊടുക്കുന്നേ? പിള്ളേർക്ക് ഫോറിൻ ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കും ഞാൻ. അങ്ങനെ മിഠായി മേടിച്ചു കൊടുക്കാറൊന്നും പറ്റത്തില്ല അല്ലെ? മിഠായി മേടിച്ചത് ഓക്കെ ആണോ? പറ്റത്തില്ല. എന്തൊക്കെയാ വേണ്ടതെന്ന് പറ. എനിക്ക് 2 ഓണക്കോടി വേണം. എനിക്ക് ജീൻസ് ടോപ്പും വേണം. എനിക്ക് ഒരു വാച്ച് വേണം, ലൈറ്റ് കത്തുന്നത്. എനിക്ക് എന്റെ ഷൂ വേണം. എനിക്ക് കമ്മല് വേണം. എന്നാ എനിക്കൊരു കുർത്തി വേണം. എന്നാ എനിക്കൊരു സാരി. എന്നാ പിന്നെ ഞാനായിട്ട് എന്തിനാ കുറയ്ക്കണേ? എനിക്ക് വേണം ഒരു സെറ്റും മുണ്ടും. എനിക്കും വേണം ഒരു സെറ്റുമുണ്ട്. എനിക്ക് കുപ്പിവള പോകും. അങ്ങനെയാണ് എനിക്ക് ഷർട്ട് വേണം. ഇപ്പൊ ഏകദേശം നിനക്കൊരു സമാധാനമായില്ലേ ഓണം എന്ന് കേൾക്കുമ്പോ? വളരെ സമാധാനായി. മക്കളിൽ നിന്ന് തെറ്റിദ്ധാര കളിക്കാതെ ഇതൊക്കെ എങ്ങനെ മേടിക്കുമെന്ന് ആലോചിച്ചു. കേശേ അപ്പൊ ഹാപ്പി ആണോ? ഹാപ്പി ഓണം.